നമസ്കാരം. സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണ രംഗത്ത് വലിയ അഴിച്ചുപണികൾക്കാണ് UDF സർക്കാർ ഒരുങ്ങുന്നത്. അനർഹരെ ഒഴിവാക്കി അർഹരായ പാവപ്പെട്ടവരിലേക്ക് മാത്രം ക്ഷേമ പെൻഷൻ കൃത്യമായി എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ വിപ്ലവകരമായ തീരുമാനങ്ങളിലേക്കാണ് സർക്കാർ കടക്കുന്നത്. പെൻഷൻ വിതരണ ചുമതലയിൽ നിന്ന് സഹകരണ ബാങ്കുകളെയും സൊസൈറ്റികളെയും ഒഴിവാക്കി തുക പൂർണ്ണമായും നാഷണലൈസ്ഡ് ബാങ്ക് വഴി നേരിട്ട് അക്കൗണ്ടുകളിലേക്ക് നൽകാൻ സർക്കാർ തീരുമാനിച്ചതോടെ വർഷങ്ങളായി തഴച്ചു വളർന്ന വ്യാജ ഗുണഭോക്താക്കളുടെ സാമ്രാജ്യമാണ് തകർന്നടിയുന്നത്. ക്ഷേമ പെൻഷൻ വിതരണത്തിൽ നിന്ന് സഹകരണ ബാങ്കുകളെ ഒഴിവാക്കിയ പുതിയ തീരുമാനത്തെ സ്വാഗതം ചെയ്ത് ഭരണകക്ഷി നേതാക്കളും പ്രമുഖരും രംഗത്തെത്തിയിട്ടുണ്ട്. സഹകരണ സംഘങ്ങൾ വഴി പെൻഷൻ വിതരണം ചെയ്തപ്പോൾ ഗുണഭോക്താക്കൾക്കുള്ള തിരിച്ചടവ് വിവരങ്ങളും വിതരണ കണക്കുകളും കൃത്യമായി രേഖപ്പെടുത്തുന്നില്ല എന്ന ഗുരുതരമായ പോരായ്മയാണ് VD സതീശൻ സർക്കാരിന്റെ പുതിയ തീരുമാനത്തിന് ആധാരമായത്. കേന്ദ്ര സർക്കാരിന്റെ പെൻഷൻ മാനദണ്ഡങ്ങളും ഇതിൽ പ്രധാന ഘടകമായി മാറി. ഇതോടെ ഇനി മുതൽ നാഷണലൈസ്ഡ് ബാങ്കുകളുടെ അക്കൗണ്ടുകൾ വഴി മാത്രമായിരിക്കും പെൻഷൻ കൈമാറുക. കിടപ്പ് രോഗികൾക്കും നേരിട്ട് പോയി തുക വാങ്ങാൻ കഴിയാത്ത ഒഴിവാക്കാനാകാത്ത ഗുണഭോക്താക്കൾക്ക് മാത്രമേ വീടുകളിൽ നേരിട്ട് തുക എത്തിക്കുകയുള്ളൂ. സഹകരണ സംഘങ്ങൾക്ക് നൽകിയിരുന്ന വൻ തുകയുടെ ഇൻസെന്റീവ് ലാഭിക്കാനും ഈ നീക്കത്തിലൂടെ സാധിക്കും. കേരള സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ലിമിറ്റഡിന്റെ കത്ത് പരിശോധിച്ച ശേഷമാണ് ധനവകുപ്പ് പുതിയ ഉത്തരവിറക്കിയത്. മുൻ ഇടത് സർക്കാരിന്റെ കാലത്ത് സഹകരണ സ്ഥാപനങ്ങളിലെ കളക്ഷൻ ഏജന്റുമാർ വഴി വീടുകളിൽ നേരിട്ട് പെൻഷൻ വിതരണം ചെയ്തിരുന്ന രീതിയാണ് ഇതോടെ അവസാനിക്കുന്നത്. ഈ രീതിയുടെ മറവിൽ വ്യാപകമായ അഴിമതിയും ക്രമക്കേട് നടന്നതായി വ്യക്തമായിരുന്നു. സംസ്ഥാനത്തെ ഞെട്ടിച്ചുകൊണ്ട് സർക്കാർ സർവീസിലുള്ള ഗസറ്റഡ് ഉദ്യോഗസ്ഥരടക്കം 1458 സർക്കാർ ജീവനക്കാരാണ് അനർഹമായി സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൈപ്പറ്റിയിരുന്നതെന്ന് നേരത്തെ കണ്ടെത്തിയിരുന്നു. ഇതിൽ പ്രാഥമിക നടപടി എന്നോണം മണ്ണ് സംരക്ഷണ വകുപ്പിലെ പാർട്ട് ടൈം സ്വീപ്പർ മുതൽ വർക്ക് ഓഫീസർ വരെയുള്ള 6 ജീവനക്കാരെ സസ്പെൻഡ് ചെയ്ത നടപടി മുൻകാലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. അനധികൃതമായി തട്ടിയ തുക 18% പലിശ സഹിതം ഇവരിൽ നിന്ന് തിരിച്ചുപിടിക്കാനും സർക്കാർ തീരുമാനിച്ചിരുന്നു. ഈ തീരുമാനം നടപ്പിലായോ എന്നതിൽ സംശയം നിലനിൽക്കുന്നുണ്ട്. അന്ന് ധനവകുപ്പിന്റെ നിർദ്ദേശപ്രകാരം ഇൻഫർമേഷൻ കേരള മിഷൻ നടത്തിയ സോഫ്റ്റ്വെയർ പരിശോധനയിലാണ് ഞെട്ടിക്കുന്ന ഈ വിവരങ്ങൾ പുറത്തു വന്നത്. കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർമാർ, ഹയർ സെക്കൻഡറി അധ്യാപകർ എന്നിവരടക്കം ഉയർന്ന ശമ്പളം വാങ്ങുന്നവർ വരെ പാവപ്പെട്ടവരുടെ ക്ഷേമ പെൻഷൻ തട്ടിയെടുക്കുന്നവരുടെ പട്ടികയിലുണ്ടായിരുന്നു. തിരുവനന്തപുരം, പാലക്കാട് ജില്ലകളിലെ സർക്കാർ കോളേജുകളിൽ ജോലി ചെയ്യുന്ന 2 അസിസ്റ്റന്റ് പ്രൊഫസർമാരും 3 ഹയർ സെക്കൻഡറി അധ്യാപകരും പെൻഷൻ വാങ്ങിയവരിൽ ഉൾപ്പെടുന്നു. ആരോഗ്യ വകുപ്പിലാണ് ഏറ്റവും കൂടുതൽ സർക്കാർ ജീവനക്കാർ അനർഹമായി പെൻഷൻ തട്ടിയത്, 373 പേർ. തൊട്ടു പിന്നിലുള്ള പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ 224 പേർ പെൻഷൻ കൈപ്പറ്റി. മെഡിക്കൽ എഡ്യൂക്കേഷൻ 124, ആയുർവേദ വകുപ്പ് 114, മൃഗസംരക്ഷണം 74, പൊതുമരാമത്ത് 47, സാങ്കേതിക വിദ്യാഭ്യാസം 46, ഹോമിയോപ്പതി 41, കൃഷി റവന്യൂ 35, ജുഡീഷ്യറി ആൻഡ് സോഷ്യൽ ജസ്റ്റിസ് 34, ഇൻഷുറൻസ് മെഡിക്കൽ സർവീസ് 31, കോളേജ് എഡ്യൂക്കേഷൻ 27 എന്നിങ്ങനെ നീളുന്നു പെൻഷൻ തട്ടിയ ജീവനക്കാരുടെ എണ്ണം. മറ്റ് പ്രമുഖ വകുപ്പുകളായ വിൽപ്പന നികുതി 14, പട്ടികജാതി ക്ഷേമം 13, ഗ്രാമവികസനം, പോലീസ്, PSC, ആയുർവേദ, മെഡിക്കൽ എഡ്യൂക്കേഷൻ 10, ഫോറസ്റ്റ് 9, സഹകരണം 8, ലെജിസ്ലേച്ചർ സെക്രട്ടേറിയറ്റ്, തൊഴിൽ പരിശീലനം, പൊതുഭരണം, VHSC 7 വീതം, സോയിൽ സർവേ, ഫിഷറീസ് 6 വീതം, തദ്ദേശ സ്വയംഭരണം, മോട്ടോർ വാഹനം, വ്യവസായം, ഫയർഫോഴ്സ്, മിൽക്ക് ഡെവലപ്മെന്റ്, സിവിൽ സപ്ലൈസ്, അഡ്വക്കേറ്റ് ജനറൽ ഓഫീസ് 4 വീതം എന്നീ വകുപ്പുകളിലെ ജീവനക്കാരും ലിസ്റ്റിലുണ്ട്. കൂടാതെ സോഷ്യൽ വെൽഫെയർ, രജിസ്ട്രേഷൻ, മ്യൂസിയം, പ്രിന്റിംഗ്, ഫുഡ് സേഫ്റ്റി, എക്സൈസ്, ആർക്കിയോളജി, ലേബർ, ലീഗൽ മെട്രോളജി, കെമിക്കൽ എക്സാമിനേഷൻ ലാബ്, ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്, ലോ കോളേജുകൾ, NCC, ലോട്ടറി, ജയിൽ, ലേബർ കോഡ്, ഹാർബർ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ്, ഡ്രഗ്സ് കൺട്രോൾ, കയർ ഡെവലപ്മെന്റ് തുടങ്ങി സമസ്ത മേഖലകളിൽ നിന്നുള്ള ജീവനക്കാരും അനർഹമായി പണം തട്ടി. അനർഹമായി വാങ്ങിയ മുഴുവൻ തുകയും പലിശ സഹിതം തിരിച്ചടയ്ക്കുമെന്ന് അന്നത്തെ സർക്കാർ പറഞ്ഞെങ്കിലും ഇതധികം മുന്നോട്ട് പോയില്ല. പൊതുജനങ്ങളുടെ നികുതി പണം അർഹതയില്ലാത്തവരുടെ അക്കൗണ്ടുകളിലേക്ക് പോകുന്നത് തടയാനാണ് ഇപ്പോൾ VD സതീശൻ സർക്കാർ ഇത്തരമൊരു നീക്കം നടത്തുന്നത്. ഇതോടെ സംസ്ഥാനത്തെ സാമൂഹ്യ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളുടെ ആകെ എണ്ണത്തിൽ വലിയ കുറവുണ്ടാകും. നിലവിൽ 66.22 ലക്ഷം ഗുണഭോക്താക്കളാണ് സംസ്ഥാനത്തുള്ളത്. ഇതിൽ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്ന 51.87 ലക്ഷം പേരും വിവിധ ക്ഷേമനിധി ബോർഡുകളിൽ നിന്ന് പെൻഷൻ ലഭിക്കുന്ന 14.35 ലക്ഷം പേരും ഉൾപ്പെടുന്നു. UDF സർക്കാർ പ്രതിമാസ പെൻഷൻ തുക 3000 രൂപയായി വർദ്ധിപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ നിലവിലെ ഭീമമായ ഗുണഭോക്തൃ പട്ടിക വെച്ച് തുക നൽകിയാൽ സർക്കാരിന് മാസം തോറും 1986 കോടി രൂപ വേണ്ടിവരും. നിലവിൽ നൽകുന്ന 2000 രൂപ വെച്ച് തന്നെ ഖജനാവിന് അത് വലിയ ബാധ്യതയാണ്. അതിനാൽ മസ്റ്ററിങ്ങും തുടർ പരിശോധനകളും കർശനമാക്കി അനർഹരെ പൂർണ്ണമായി വെട്ടിനിർത്തുന്നതോടെ സർക്കാരിന്റെ സാമ്പത്തിക ബാധ്യത ഗണ്യമായി കുറയും. കുടുംബ വാർഷിക വരുമാനം 1 ലക്ഷം രൂപയിൽ കൂടുതലുള്ളവർ, 1 ഏക്കറിൽ കൂടുതൽ ഭൂമിയുള്ളവർ, ആദായ നികുതി നൽകുന്നവർ, 1000 CCക്ക് മുകളിലുള്ള എഞ്ചിൻ ശേഷിയുള്ള കാറുകളുള്ളവർ, മറ്റ് പെൻഷൻ വാങ്ങുന്നവർ എന്നിവർക്കൊന്നും നിലവിൽ ക്ഷേമ പെൻഷന് അർഹതയില്ല. എന്നാൽ വ്യാജ വരുമാന സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കിയും ഗൾഫിലുള്ള മക്കളുടെ വരുമാനം മറച്ചുവെച്ചും 10,000ങ്ങളാണ് തുക തട്ടിയെടുക്കുന്നത്. വരും ദിവസങ്ങളിൽ മസ്റ്ററിംഗ് പൂർത്തിയാകുന്നതോടെ മരണപ്പെട്ടവരുടെ പേരിലുള്ള പെൻഷനുകൾ തനിയെ ഒഴിവാകും. ഇതിനു പുറമെ തദ്ദേശ സ്വയംഭരണ തലത്തിൽ വാർഡ് തല പരിശോധനകൾ നടത്തി വ്യാജന്മാരെ മുഴുവൻ പടിക്ക് പുറത്താക്കാനാണ് സർക്കാരിന്റെ നീക്കം. അർഹരായ പാവപ്പെട്ടവർക്ക് മാത്രം 3000 രൂപ വീതം പെൻഷൻ തടസ്സമില്ലാതെ നൽകാൻ ഈ വെട്ടിനിർത്തലിലൂടെ സാധിക്കുമെന്ന കണക്കൂട്ടലിലാണ് സംസ്ഥാന സർക്കാർ.